ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അബിയും നവ്യയും കൂടെ അനന്തപുരി തറവാട് നല്ല പോലെ അങ്ങ് കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അബിയാണെങ്കിൽ പല പ്ലാനുകളും മെനയുന്നുണ്ട്. എന്നാൽ ഇതുവരെയും പ്ലാനുകളെല്ലാം തന്നെ ചീറ്റിപ്പോവുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അബിയുടെ ഈ ഒരു പ്ലാനിങ് അങ്ങ് നടപ്പിലാകുകയാണ്. ദർശ് ഗൾഫിലേക്ക് പോകുമ്പോഴാണ് അവിടെ വെച്ച് ഒരു അപകടമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഗൾഫിലേക്ക് പോവുകയാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും കുറച്ച് ദിവസത്തേക്കിനെ മാറി നിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും വീട് വിട്ട് മാറി നിൽക്കുന്നതിൻ്റെതായ വിഷമം നയനയ്ക്കും ആദർശനുമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സങ്കടത്തോടു കൂടി തന്നെ നയനയോടും ദേവയാനിയുടെയൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ ഉള്ളെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെതായ വിഷമം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ഈ അവസരത്തിലും സന്തോഷിക്കുന്നത് നവ്യയും ജലജയും അബിയും മാത്രമായിരുന്നു. ജലജയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അബി. എല്ലാ പ്രാവശ്യത്തെയും പോലെയൊന്നും അല്ല അമ്മേ, ഇപ്രാവശ്യം ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടക്കും. എൻ്റെ അസ്ഥിവേർ ഇളക്കാൻ വേണ്ടി അവന്മാർ രണ്ടുപേരോട് ശ്രമിച്ചില്ലേ, അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ അസ്ഥിവേര് ഞാൻ ഇളക്കും. അമ്മ കണ്ടോ, അവനങ്ങ് ഗൾഫിലേക്ക് അങ്ങ് ഉണ്ടാക്കാൻ പോകുന്നതല്ലേ, അവൻ തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും നമ്മ കണ്ടോ. അതിനുള്ള 8ൻ്റെ പണി ഞാൻ അവനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ മൂർത്തിസ് ജ്വല്ലറിയുടെ തന്നെ വലിയൊരു എതിരാളിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ എല്ലാവരും അവനെ സംശയിക്കുകയുള്ളൂ, എന്നെ ആരും സംശയിക്കില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമായാൽ നമുക്കും അവർക്കും നേട്ടം തന്നെയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജലജയും നവ്യയും ഒരുപാട് സന്തോഷത്തിലാവുകയാണ്. തൻ്റെ അനിയത്തിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടുകയില്ല. തൻ്റെ ഭർത്താവിനെ ജയിലിലാക്കുകയും അതുപോലെ തന്നെ നാണക്കേടിൻ്റെ വക്കിൽ വരെ എത്തിക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് കൂട്ടുനിന്നവരെ ആരെയും ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടിലാണ് നവ്യ. അതുകൊണ്ട് തന്നെ നയനയുടെ ഭർത്താവിന് ആദർശന് എന്ത് സംഭവിച്ചാലും നവ്യയ്ക്ക് അത് പ്രശ്നമുണ്ടായിരുന്നില്ല. അവയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശ് ഗൾഫിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോന്നിനും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ മൊത്തം ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. മുത്തശ്ശന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നാളായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിസൈൻസും അതേപോലെ കസ്റ്റമേഴ്സും എല്ലാം ആകെ പ്രശ്നത്തിലായിരുന്നു. ഒരു സെയിൽസോ കാര്യങ്ങളോ ഒക്കെ പോലും വളരെ തുച്ഛമായ രീതിയിലാണ് നടന്നിരുന്നത്. അങ്ങനെ അവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണ് ആദർശ്. ഈ സമയത്തായിരിക്കും ആദർശിൻ്റെ എതിരാളികളെ ആദർശ് നേരിട്ട് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവരുമായിട്ട് ആദർശ് കൊമ്പുകോർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുമായി നല്ല രീതിയിൽ തല്ലുകൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന ആദർശ് ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും അബി ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ, അതായത് മുത്തശ്ശി ജ്വല്ലറിയുടെ ശത്രുക്കൾ, അവർ ആദർശിനെ ആക്സിഡൻ്റ് ആക്കുന്നത്. അങ്ങനെ അത്യാസന്ന നിലയിൽ ആദർശ് അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ട്. ഈ ഒരു വിവരം ആ ശത്രുക്കൾ വിളിച്ച് അബിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അബി വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി ജലജയുടെ അരികയിൽ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നപോലെ ആദർശ് ആക്സിഡൻ്റായി ഇപ്പോൾ ഇവ ഗുരുതരമായി വെന്റിലേറ്ററിലാണ്. അബി അവരോട് പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് എപ്പോഴും എനിക്ക് ഒരു കഴിവുമില്ല എന്നും ആദർശിൻ്റെ ഒപ്പം എത്താൻ പോലും എന്നെക്കൊണ്ട് സാധിക്കില്ല, പിന്നെയല്ലേ അവൻ്റെ മുകളിലെത്തുക എന്നൊക്കെ. ഇനിയിപ്പോൾ അതിനെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. അവൻ ഇവിടുന്ന് പോയി ക്ലിയറാക്കിയ കാര്യങ്ങൾ എല്ലാം തന്നെ അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. എല്ലാ ഫയൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം അവർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, ആദർശിനൊരു അപകടം വന്നിട്ടുണ്ട്. ചെറുതാണേലും നല്ല അടിപൊളി ഒരു അപകടം. അവൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് പോലും സംശയമാണ്. ഇപ്പോൾ അവൻ വെന്റിലേറ്ററിലാണ്. ആ ഡോക്യുമെൻറ്റ്സൊക്കെ കത്തിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു തുക കൈ കിട്ടും. എന്തായാലും ഈ ഒരു പ്ലാനിങ്ങിന് അവരുടെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് നമുക്ക് കോടികളുടെ ലാഭമാണ് കിട്ടാൻ പോകുന്നത്. ഇനി ആദർശിൻ്റെ ജീവൻ്റെ കാര്യം അതും സംശയത്തിലാണ്. ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വന്ന ഭാഗ്യം അത്രയേ ഉള്ളൂ. ഇപ്പം അമ്മയ്ക്ക് സന്തോഷമായില്ലേ? എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അമ്മ ഇപ്പം അത് തിരുത്തി പറയാൻ തയ്യാറാകുന്നില്ലേ എന്നൊക്കെ അബി ജലജയോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. ജലജ അങ്ങ് തുള്ളി കളിക്കാന്ന് തന്നെ പറയാം. കാരണം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ
കയ്യിൽ ഒരുപാട് കാശും അതുപോലെ മൂർത്തിസ് ജ്വല്ലറിയുടെ വൻമരം വീഴുകയും കൂടി ചെയ്യുകയാണല്ലോ. അതിൻ്റെ തിമിർപ്പിലാണ് കേട്ടോ നമ്മുടെ ജലജ. ആദർശിന് അപകടം സംഭവിച്ച വിവരമൊക്കെ ആദർശിൻ്റെ അച്ഛൻ ജയനും അജയനും എല്ലാവരും തന്നെ അറിയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇക്കാര്യമൊന്നും വീട്ടിലെല്ലാവരും തന്നെ അറിയിക്കേണ്ടെന്ന് അവർ തീരുമാനം എടുക്കുകയാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും അതുപോലെ ദേവയാനിയെയും നയനെ ഒന്നും തന്നെ അറിയിക്കേണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. നയനയ്ക്ക് ഒന്നാമത് ഇങ്ങനെ ഇരിക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് അവൾ ഇതറിഞ്ഞ് ആകെ തകർന്നു പോകുമെന്ന് കരുതിയാണ് ഇവരാരെയും അറിയിക്കാതിരിക്കുന്നത്. അനിയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ആകെ പൊട്ടി കരയുന്നുണ്ട്. അവനെ ഏട്ടനെ പറ്റിയ ഈ ദുരന്തം ഒട്ടും താങ്ങാൻ കഴിയായിരുന്നില്ല. ഈ സമയം ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരാരും ആദർശിനെ പറ്റിയ അപകടത്തെപ്പറ്റി ആരും സംസാരിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇവരെ ആരെ അറിയിക്കാതെ വെച്ചിരിക്കുന്നതാണോ? ഏട്ടന്മാരുടെ മുഖത്താണ് നല്ല പരിഭവവും ടെൻഷനും ഉണ്ട്. ഇനി ഏട്ടത്തെയും നയനെയും അറിയാതിരിക്കാൻ വേണ്ടി അവരിത് മറച്ചു വെച്ചേക്കുവാണോ? അങ്ങനിപ്പോൾ അവരിതറിയാതിരിക്കേണ്ട, അവരിതറിയണം. അറിഞ്ഞിട്ട് ഉരുകി തീരണം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ. എന്നിട്ട് ജലജയാണെങ്കിൽ അജയൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ ആദർശ് പോയിട്ട് വിളിച്ചായിരുന്നു ഏട്ടാ? പെട്ടെന്ന് അജയൻ പറയുന്നുണ്ട്, അഭി ആദർശ് വിളിച്ചായിരുന്നല്ലോ. എന്താ ജലജെ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അഭി പറയുന്നത് കേട്ടു, കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ ആദർശ് നാട്ടിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞെന്ന്. അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇനി ഏട്ടത്തിയോട് വല്ലതും ആദർശ് വല്ലതും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, ഇന്നലെ തൊട്ട് അവനെ വിളിക്കുക, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ നയനമോളോട് വിളിച്ചോന്ന് ചോദിച്ചപ്പോഴും അവളും സ്വിച്ച് ഓഫാന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി ഏട്ടനെ എങ്ങാനും വിളിച്ചോന്നറിയാൻ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്ത് പറ്റി ഏട്ടൻ്റെ ഫോണിന്? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല എന്നിങ്ങനെ നയനയും പരിഭവം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജയൻ പെട്ടെന്ന് പറയുന്നുണ്ട്, അത് പിന്നെ അവൻ ഒത്തിരി നാൾ കൂടിയല്ലേ ദുബായിലേക്ക് പോയത്. അവിടെയാണ് ബിസിനസ് ആകെ ചളമായി കിടക്കുക. അതെല്ലാം ഒന്ന് നേരെയാക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ പിടിപാടുണ്ട്. അതിൻ്റെ തിരക്കിലാണ് അവൻ. അതുകൊണ്ട് ഫോൺ വിളിച്ച് സമയം കളയണ്ട എന്ന് കരുതി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല. കമ്പനിയിലെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അവൻ ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, എൻ്റെ മനസ്സ് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് പോലെ. അവൻ ഇവിടുന്ന് പോയ നിമിഷം തൊട്ട് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനക്കേട്. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കുമ്പോഴൊക്കെ ഈ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ അവളോട് ഞങ്ങളെങ്ങനെ ഒന്ന് സംസാരിക്കുന്നേ? അതുപോലെ നയനമോൾക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെ സംസാരിക്കും? അതുകൊണ്ട് അവനോടൊന്ന് ഫോൺ ചെയ്യാൻ പറ, ഇല്ലെങ്കിൽ ഓഫീസിലെ നമ്പർ ഞങ്ങൾക്കൂടെ താ, ഞങ്ങൾ അവനെ ഒന്ന് വിളിക്കട്ടെ എന്നിങ്ങനെ ദേവയാനി പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്തായാലും ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ, 2 ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു വരില്ലേ. പിന്നെന്തിനാണ് അവനെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കുന്നത്? തൽക്കാലം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ വല്ല മെയിലും അയക്ക്, അത് അവൻ കാണുമ്പോൾ എപ്പോഴെങ്കിലും റിപ്ലൈ തരുമല്ലോ, അത് മതി എന്നിങ്ങനെ ജയൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, എന്ത് ഓഫീസ് കാര്യങ്ങൾ, എന്ത് അത്യാവശ്യമാണെങ്കിലും അവൻ അവൻ്റെ ഭാര്യയെ വിളിക്കാതിരിക്കുമോ? അവൻ്റെ അമ്മയെ വിളിക്കാതിരിക്കുമോ? ഇവരെ ആരെയും വിളിക്കുന്നില്ലെങ്കിൽ അവൻ എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതിൽ എന്നൊക്കെ പറഞ്ഞ് കുത്തി നോക്കിയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്കും നയനയ്ക്കും വല്ലാതെ വിഷമാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ അജയൻ പറയുന്നുണ്ട്, എൻ്റെ ജലജെ, നീ നിൻ്റെ നാവ് കൊണ്ടൊന്നും മിണ്ടാതിരിക്കുക. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും ഒക്കെ. നീ മിണ്ടായിരുന്നോണം, ഞങ്ങൾക്കറിയാം. ആദർശിന് അവിടെ ഒരുപാട് വർക്കുണ്ട്, അതിൻ്റെ പേരിലാണ് അവൻ വിളിക്കാത്തത്, അല്ലാതെ അവൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, പണ്ട് അച്ഛനല്ലേ ഇതെല്ലാം പോയി ചെയ്തിരുന്നത്. ഇപ്പം തന്നെ അച്ഛൻ പോയിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് അവിടുത്തെ കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. പേപ്പർ വർക്ക്സ് പോലും അവർ മര്യാദയ്ക്ക് ചെയ്തൊന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ക്ലിയർ ചെയ്ത് കണക്കൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണ്ടി ആദർശിന് വരാൻ. അതിൻ്റെ തിരക്കിലാണവൻ. എന്തായാലും അത്രയും തിരക്ക് പിടിച്ച ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ വർക്ക് പ്രഷർ അവന് കാണും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, അവനൊരു കുഴപ്പമില്ല, ഞങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളെങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അജയൻ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി നയനെ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഏട്ടൻ പറഞ്ഞതൊക്കെ മോളും കേട്ടില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ജോലി തിരക്കുകൊണ്ടായിരിക്കും അവൻ വിളിക്കാത്തത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു വരില്ലേ, മോള് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ദേവയാനി നയനയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. ആദർശിൻ്റെ അച്ഛൻ ജയൻ ജലജയെ വഴക്ക് പറഞ്ഞതിന് ആകപ്പാടെ വിഷമിച്ച് ദേഷ്യത്തിലിരിക്കുകയാണ് ജലജ. ഇതുവരെ കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കാനായിട്ട് വന്ന ജലജയെ നാണം കെട്ട് പോകേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഓർത്തിട്ട് ജലജയ്ക്കാണ് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ജലജ അബിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അബി, നീ പറഞ്ഞ അപകടം സത്യമാണോ?
ആണെങ്കിൽ ഇതുവരെ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഏട്ടന്മാർ അറിഞ്ഞ കാര്യം ഇതുവരെ ഏട്ടത്തെയും നയനെയൊന്നും അറിയിച്ചിട്ടുമില്ല. അറിയിക്കാമെന്നും പറഞ്ഞ് ചെന്നാൽ എന്നെ നാണക്കെടുത്തി വിടുകയും ചെയ്തു. ഇതിനി എങ്ങനെയാണ് അവരെ ഒന്ന് അറിയിക്കുന്നത്? അറിയിക്കാതിരിക്കുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് കൊണ്ട് സഹിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ആ കിളവൻ ചങ്ക് പൊട്ടി ചാവുകയാണെങ്കിൽ അങ്ങ് ചാകട്ടെ. അതുപോലെ ആ രാജകുമാരൻ്റെ തള്ളയും ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരുടെ കണ്ണിൽ നിന്ന് പോകുന്ന കണ്ണീര് എനിക്ക് കാണണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അമ്മേ. ഈ കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കണം. അവരുടെ ചങ്ക് പെടയുന്നത് എനിക്ക് കാണണം എന്നും പറഞ്ഞ് അബി നയനയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. നയനയുടെ അരികിൽ ചെല്ലുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നീ എന്താ അബി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഏട്ടത്തി, എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എന്തെങ്കിലും ദുരുദ്ദേശമില്ലാതെ നീ ഇങ്ങോട്ട് വരികയല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതോ കമ്പനിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് വന്നതാണോ നീ എന്നൊക്കെ നയന അബിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേഷ്യമെന്ന അബി പറയുന്നുണ്ട്, അയ്യോ, നിന്റെ റെക്കമെൻഡേഷനിൽ തിരിച്ചിതിലേക്ക് കയറേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട ഗതികേടിലാവുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും ആകെയെല്ലാം തന്നെ തകിടം മറിയാൻ പോവുകയാണ്. ഈ വീട്ടിലെ രാജകുമാരിയായിട്ട് വിലസുമല്ലായിരുന്നോ നീ? ഇനി അതെല്ലാം മാറും. നീ എന്താ വിചാരിച്ച് നിന്റെ ഭർത്താവ് നിന്നെ വിളിക്കാത്തത് അവിടുത്തെ വർക്ക് പ്രഷർ കാരണമാണെന്നോ? എന്നാലേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവൻ്റെ കാര്യം ഏകദേശം തീരാറായി. കാര്യം അവൻ്റെ ചേട്ടനൊക്കെ തന്നെയാണ്. അവന് ഒരു അപകടം ഉണ്ടായപ്പോൾ അത് നിന്നെ അറിയിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് നയന ഞെട്ടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, നീ എന്താ അപ്പി പറഞ്ഞത്? ആദർശേട്ടന് ഏട്ടൻ എന്ത് പറ്റിയെന്നാ നീ പറയുന്നേ? നീയൊരു വാബോയ കോടാലിയാണെന്ന് എനിക്കറിയാം. വായത്തൊന്ന് എന്ത് നീ വിളിച്ചു പറയുന്നു എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തൊന്നും നീ വെറുതെ ഇങ്ങനെ വിളിച്ച് പറയല്ലേ അബി എന്നിങ്ങനെ നയന പറയുമ്പോൾ അബി പറയുന്നുണ്ട്, സ്വന്തം ചേട്ടന് അപകടം പറ്റിയെന്ന് ഇല്ലാക്കഥ വിളിച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഏതോ മൂർത്തീസ് ജ്വല്ലറിയുടെ ഏതോ ശത്രുക്കളൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടത്. എന്തായാലും ഏട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ICUയിലാണ്. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് തന്നെ സംശയമാണെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. എന്നിട്ട് ഇതൊന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, അച്ഛനൊന്നും ഇക്കാര്യം അറിഞ്ഞില്ലേ എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അബി അപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതാ. അവൻ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം എല്ലാം അവരറിഞ്ഞതാ. പക്ഷേ നിങ്ങളോട് പറയാഞ്ഞതായിരിക്കും. പക്ഷേ ഞാൻ ഏട്ടത്തിയോടുള്ളൊരു സ്നേഹം കൊണ്ട് വന്ന് പറഞ്ഞാണ്. ആദർശേട്ടൻ ഇന്നോ നാളെയൊന്നും പറഞ്ഞ് കിടക്കുക. അവസാനമായിട്ട് ഏട്ടത്തിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇനി ആരോടും ഞാനാ പറഞ്ഞതെന്ന് പറയണ്ട. ഇനി അതോടെ കേട്ടിട്ട് വേണം അവരെല്ലാവരും കൂടെ എന്നെ വന്ന് തല്ലിക്കൊല്ലാൻ. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ വാർത്ത കേട്ടതോടുകൂടി ആകെ സമനില തെറ്റിയതുപോലെ ആവുന്നുണ്ട്. നയന അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നയനെ ദേവയാനിയുടെ അരികിലേക്ക് പാഞ്ഞ് ചെല്ലുന്നുണ്ട്. നയനയുടെ വരവ് കണ്ട് പതികേട് തോന്നിയ അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? അത് ആദർശേട്ടൻ എന്നിങ്ങനെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നയന എത്തുന്നുണ്ട്. വീണ്ടും അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? അത് ആദർശേട്ടൻ ആക്സിഡൻറ്റ് പറ്റിയെന്ന് എല്ലാവരും എന്നിൽ നിന്നത് മറച്ചു വെക്കുമായിരുന്നല്ലേ? എനിക്കറിയാം. ഇതൊക്കെ മോളോട് ആരായി പറയുന്നത്? എനിക്കറിയാം, ഞാൻ അറിഞ്ഞു ആദർശേട്ടന് ആക്സിഡൻറ്റ് പറ്റിയെന്ന്. എനിക്കെൻ്റെ ആദർശേട്ടനെ ഇപ്പം തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് നയന അലറി വിളിക്കുകയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണ്, ആദർശിന് ആക്സിഡൻ്റ് ആയി എന്നുള്ള വിവരം. അപ്പോൾ ജയൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിത് ഇന്നലെ അറിഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങളെയൊന്നും അറിയിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഇതൊന്നും നിങ്ങളോട് പറയാഞ്ഞത്. അവന് ശകലം സീരിയസ് ആണെന്നാണ് അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നുമോൻ ഇതെന്താ പറ്റിയത്? എനിക്കവനെ ഇപ്പം കാണണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അലറി വിളിച്ച് കരയുകയാണ്. ഈ സമയത്ത് തന്നെ ഗൾഫിൽ നിന്ന് ആദർശിൻ്റെ അച്ഛൻ ജയൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ ഡോക്ടർ ജയൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. ജയൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ മകനിപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, താങ്ക് ഗോഡ്, എന്തോ വലിയ ഭാഗ്യം ചെയ്ത ആളാണ് ആദർശ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ അതേ അവസ്ഥയിലായിരുന്നു ആദർശ്. എന്നാൽ ഇപ്പോൾ അപകട നിലയെല്ലാം തരണം ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ ICUയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സന്തോഷ വാർത്ത കേട്ട് എല്ലാവരോടും ജയനിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതോടുകൂടി ആദർശ് ഇല്ലാതാകുമെന്ന് സ്വപ്നം കണ്ട ജലജയും അബിയും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആദർശ് അപകട നിലയെല്ലാം തരണം ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോയി നന്ദുവ് അബിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് കണ്ടുപിടിക്കുന്നുമുണ്ട്. അബിയുടെ ഫോൺ കോൾ വെച്ചൊക്കെയാണ്
അങ്ങനെ ട്രേസ് ചെയ്തൊക്കെയാണ് നന്ദു ഇത് കണ്ടുപിടിക്കുന്നത്.